2027 ODI വേൾഡ് കപ്പ് സഞ്ജു വി സാംസൺ കളിക്കുകയും ചെയ്യും. 2026 T20 വേൾഡ് കപ്പിൻ്റെ അപ്പുറം മികച്ച പെർഫോമൻസ് നടത്തുകയും ചെയ്യും. ഇത് ഉറപ്പാണ്. കാര്യം അതിന് മുമ്പത്തെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മികച്ച ഇന്നിങ്സ് ഒരുപാട് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ T20 വേൾഡ് കപ്പിൻ്റെ ഭാഗമായി. പക്ഷേ തുടക്കത്തിൽ അദ്ദേഹത്തിന് മാച്ചുകളൊന്നും കിട്ടിയില്ല. പക്ഷേ അവസാന നിമിഷം കിട്ടിയ മാച്ചെല്ലാം മുതലാക്കി ആ ഒരു 3 മാച്ച് കൊണ്ട് തന്നെ ഒരു നാഷണൽ ഹീറോ തന്നെയായി. അത് കഴിഞ്ഞ് വെറും 3 ഇന്നിങ്സിൽ മോശം പ്രകടനം കൊണ്ട് ടീമിൽ നിന്ന് പുറത്തായി. വിശ്രമം എന്ന പേരിൽ ഓരോ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി. പക്ഷേ ഇതിനൊരു തിരിച്ചു വരവ് അത് ODI വേൾഡ് കപ്പിലാണെങ്കിൽ അവിടെ ഇതിനപ്പുറം പെർഫോമൻസ് അത് നടത്തും. കാര്യം അത്രയും ഒരു വിശ്വാസം അതിലുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയും ഫാൻസ് ഉള്ളത്. ആ ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചില പ്ലെയേഴ്സിന് അദ്ദേഹത്തിന് അസൂയമുണ്ട്, സെലക്ടേഴ്സിനും തീർത്തുമുണ്ട്. കാര്യം അതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കാര്യം അതിൽ പുറത്താക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ 3 കളി ഫോം ഔട്ടായി എന്ന പേരിൽ പുറത്താക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഭിഷേക് ശർമ്മയോ എത്ര കളി ഫോം ഔട്ടായി? ഈ കഴിഞ്ഞ സിംബാബ്വെ സീരീസിൽ എത്ര റൺസ് അദ്ദേഹം നേടി? ഒരു 10 മുകളിൽ റൺസ് നേടി ഏതെങ്കിലും കളിയിൽ. ഒരു ഗുണമില്ല. പക്ഷേ കുറ്റം മുഴുവൻ വരുമ്പോൾ സഞ്ജുവിൻ്റെ തലയിലായി. അപ്പോൾ പറഞ്ഞു വന്നത് 2027 ODI വേൾഡ് കപ്പിൽ സഞ്ജു വി സാംസൺ പ്രധാന താരമായിരിക്കും. അവിടെ മികച്ച ഇന്നിങ്സ് T20 വേൾഡ് കപ്പിനേക്കാളും അപ്പുറം നടത്തും. ഇന്ത്യ വേൾഡ് കപ്പ് നേടുകയും ചെയ്യും.